ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് റോസ്റ്റ് ആൻഡ് പഴംപൊരിയാണ്. രണ്ട് ഐറ്റം ആട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ ഫുൾ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണേ. എൻ്റെ ഇൻഗ്രീഡിയൻസ് മറ്റൊന്നുമല്ല, ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റിക്കായിട്ട് ഇവിടെ ചേർത്തിരിക്കുന്ന കുറച്ച് എള്ള്, നമ്മൾ വെള്ള കളറിലുള്ള എള്ളാട്ടോ ചേർത്തിരിക്കുന്നത്. നമുക്ക് കറുത്ത എള്ള് വേണമെങ്കിൽ കറുത്ത എള്ള് ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഞാനിവിടെ കുറച്ച് ഓട്സും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ പഴംപൊരിയൊക്കെ മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കി എടുക്കില്ല, അപ്പോൾ അതുപോലെ മാവ് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴം സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി സ്ലൈസ് ചെയ്ത ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാവാൻ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം പഴംപൊരി ഉണ്ടാക്കാം. അതിന് പഴം നമ്മുടെ മാവിൽ മുക്കി നല്ല ചൂടെണ്ണയിലോട്ടിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ച് നല്ലൊരു അത്യാവശ്യം ഒരു ക്രിസ്പിനെസ് ഒക്കെ തോന്നുന്ന പരുവത്തിൽ നമുക്ക് പഴംപൊരി കിട്ടുമ്പോഴത്തേനും നമുക്കത് എണ്ണയിൽ നിന്ന് വാങ്ങാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്ററിൽ ഒരു ബ്രെഡ് എടുത്തിട്ട് മുക്കി മുരിച്ചെടുക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് നന്നായിട്ട് മറിച്ചിട്ടും തിരിച്ചിട്ടും നല്ല അടിപൊളിയായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരയ്ക്കും ഇറ്റ്സ് മീ ആൻഡ് ടാറ്റാ.